സച്ചിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടുക്കുന്ന സംഭവമാണ് ഇന്നലെ 4 മണിയോടെ കല്ലടിക്കോട് ഉണ്ടായത്. ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ 4 പേരും UP തലം മുതൽ ഒരുമിച്ച് പഠിക്കുന്നവരായിരുന്നു. ഒരേ നാട്ടുകാരാണ്. അവർ ഏതാനും നാളുകൾക്ക് മുൻപാണ് കരിമ്പ സ്കൂളിൽ ഒന്നിച്ച് 8ാം ക്ലാസ്സിൽ ഈ 4 പേരും ഒന്നിച്ച് ചേർന്നത്. തുടർന്ന് അവർ പഠിച്ചു വരികയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ പരീക്ഷ കഴിഞ്ഞ് അവരുടെ കളിച്ചിരികളുമൊപ്പം അവർ മറ്റു കാര്യങ്ങളുമൊക്കെ പങ്കുവെച്ച്, ഈ സൗഹൃദ സംഭാഷണമൊക്കെ പങ്കുവെച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു അപകടത്തിലേക്കാണ് അവർ കാലെടുത്ത് വെക്കുന്നതെന്ന്. ഇന്നലെ മഴയുണ്ടായിരുന്നു. മഴയെ തുടർന്ന് ഈ വാഹനം നിയന്ത്രണം വിട്ട് തെന്നി മാറിയാണ് ഇത്തരത്തിൽ വലിയൊരു ദാരുണമായ അപകടത്തിലേക്ക് കലാശിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും അവരുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 8:30 വരെയാണ് വീട്ടിൽ ബന്ധുക്കൾക്കടക്കം കാണാൻ അവസരം ഒരുക്കുക. അതിനുശേഷം 10:30 വരെ കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനം നടക്കും. അവിടെ നിരവധി ആളുകളാണ് ഈ അവസാനമായി ഈ തങ്ങളുടെ കുട്ടികളെ കാണാൻ, അല്ലെങ്കിൽ ഈ 4 പേരെ മരിച്ച 4 പേരായ ഐഷ, നിദ ഫാത്തിമ, ഇർഫാന ഷിറിൻ, റിദ ഫാത്തിമ എന്നിവരെ കാണാനായി അവിടെ ഈ പൊതുദർശനത്തിനെത്തും. ഇന്നലെ വൈകിട്ട് ഈ അപകടമുണ്ടായ ശേഷം വൈകിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് ഇവരെ എത്തിക്കുമ്പോഴും അവിടെയും ഉണ്ടായിരുന്നു ഇവരുടെ സുഹൃത്തുക്കളുമൊപ്പം നാട്ടുകാരും അടക്കം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ 4 പേരും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒരുമിച്ച് തന്നെയാണ് അവരുടെ മടക്കവും. അപകടത്തിൽ 5 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടിരുന്നത്. അതിൽ 4 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ഒരാൾ രക്ഷപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ആ രക്ഷപ്പെട്ട കുട്ടി, ആ കുതറി മാറിയ കുട്ടിയെ പോലെ തന്നെ ഈ 4 പേരും കുതറി മാറിയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം ഇപ്പോൾ ഉൾക്കൊള്ളുന്നു. ഈ 4 പേരും മരണത്തിന് കീഴടങ്ങിയെന്നാണ്. ജീവിതം അവസാനിക്കുമ്പോഴും ഇവർ ഒരുമിച്ചാണ് മടങ്ങുന്നത്. ഇനി ഇവരുടെ കളിച്ചിരികൾ ഉണ്ടാവില്ല. ക്ഷമിക്കണം, എത്ര ആഗ്രഹിച്ചാലും അത് തിരികെ കൊണ്ടുവരാനാകില്ല. മാതാപിതാക്കളുടെയും ഒപ്പം അധ്യാപകരുടെയും ഒക്കെ പ്രതീക്ഷയാണ് ഈ അവസരത്തിൽ നഷ്ടമായത്. വളരെ വലിയൊരു അപകടമാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. 3:45 ഇത്തരത്തിൽ ഈ ലോറി നിയന്ത്രണം വിട്ട് ഇവരുടെ മുകളിലേക്ക് ഇടിച്ചു കയറുന്നത്. തുടർന്നാണ് ഈ മരണം സംഭവിക്കുന്നത്. ആദ്യം 2 വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി തച്ചമ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് അടുത്ത 2 പേരെ കൂടി രക്ഷിക്കുന്നത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നാടിനെ നടക്കുന്ന അപകടമാണ് ഇന്നലെ ഉണ്ടായത്. സച്ചിൻ ഒരിക്കൽ കൂടി തുടരുന്നു. സച്ചിൻ, ഒരു നാടിൻ്റെ പ്രതീക്ഷ, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അസ്തമിച്ചത്. ഇവർ 4 പേരും സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ അവരുടെ മടക്കവും ഒരുമിച്ച് തന്നെയാണ്. ഇവർ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. മടക്കവും ഒരുമിച്ച് തന്നെയാണ്. സച്ചിൻ കേൾക്കുന്നുണ്ടെങ്കിൽ? നന്ദു, തീർച്ചയായും 4 പേരും ഒരുമിച്ച് കളിച്ചു വളർന്ന 4 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ വീടിനടുത്തേക്ക് എത്തിക്കുകയാണ്. അവർ 2 പേരും നന്ദു പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ച് കളിച്ചു വളർന്നവരെ ഒരുമിച്ച് തന്നെ മൃതദേഹം ഖബറടക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ കുടുംബങ്ങളടക്കം എത്തിയിട്ടുള്ളത്. ജുമാ മസ്ജിദിലാണ് ഇവരുടെ പ്രദേശത്തെ തുപ്പനാട് ജുമാ മസ്ജിദിലാണ് സംസ്കാരം നടക്കുക. 12 മണിയോടുകൂടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ രാവിലെ 8 മണി വരെ അതത് കുട്ടികളുടെ വീടുകളിലെ മൃതദേഹം വെച്ചും അവിടെ വെച്ച് ബന്ധുക്കൾക്കും അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ നാട്ടുകാർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സൗകര്യമാണ് ഏർപ്പെടുത്തുക. അതിനുശേഷം കരിമ്പനക്കൽ ഹാളിൽ 4 പേരെയും പൊതുദർശനത്തിന് വെക്കും. ആദ്യം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനത്തിന് വെക്കാൻ തീരുമാനിച്ചതെങ്കിലും
പിന്നീട് ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. വീടിനടുത്ത് തന്നെയുള്ള കരിമ്പനക്കൽ ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ച് പൊതുദർശനം അവസാനിച്ച ശേഷമാണ് തുപ്പനാട് ജുമാ മസ്ജിദിൽ പൊതുദർശനം സംസ്കാരം നടക്കുക. നാട്ടുകാരും അതേപോലെ തന്നെ ജനപ്രതിനിധികളും MLA-മാരും മന്ത്രിമാരടക്കമുള്ള അവരൊക്കെ ഈ സംസ്കാരത്തിലും അതേപോലെ തന്നെ പൊതുദർശനത്തിൽ അടക്കം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാടിന്റെ ഒരു വലിയ ആദരവോടുകൂടി തന്നെയാണ് സംസ്കാരം നടക്കുക. കാരണം 4 വിദ്യാർത്ഥികളാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽ ദാരുണമായി മരിച്ചത്. 4 പേരും ഒരുമിച്ച് കൈയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഒരുമിച്ച് പോകുകയായിരുന്നു. 5 പേരുണ്ടായിരുന്നു. അതിൽ 4 പേരാണ് ദാരുണമായി അപകടത്തിൽ മരിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ വീടിനടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം വീടുകളിൽ എത്തിച്ച് ബന്ധുക്കൾക്കും അതേപോലെ തന്നെ കുടുംബാംഗങ്ങൾ നാട്ടുകാർക്കും ഒക്കെ സഹപാഠികൾക്കും ഒക്കെ കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തും. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ചത്. അതിനുശേഷം മൃതദേഹങ്ങൾ 4 പേരുടെയും അവിടെ തന്നെ സൂക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 5 മണിയോട് കൂടിയാണ് ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുള്ളത്. ബന്ധുക്കളെത്തി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം 4 ആംബുലൻസുകളിലാണ് ഇവരുടെ വീടുകളിലേക്ക് ഇപ്പോൾ മൃതദേഹങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് അകമ്പടിയോട് കൂടിയാണ് മൃതദേഹങ്ങൾ 4 പേരുടെയും വീടുകളിൽ എത്തിക്കുന്നത്. അതേപോലെ തന്നെ MLA കെ ശാന്തകുമാരി അടക്കമുള്ള ജനപ്രതിനിധികളും മൃതദേഹത്തിനൊപ്പം ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ആദരവോട് കൂടി തന്നെയാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങാണ് ഇവിടെ പാലക്കാട് കല്ലടിക്കോട് നടക്കുക എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 3:45 കൂടിയാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ട് ദാരുണമായി മരണപ്പെട്ടത്. പാലക്കാട് നിന്ന് സിമന്റ് കയറ്റി മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുന്ന ലോറി നിയന്ത്രണം വിട്ടാണ് കുട്ടികൾക്ക് മേൽ പാഞ്ഞു കയറിയത്. മറ്റൊരു ലോറിയിൽ തട്ടിയതിന് ശേഷമാണ് നിയന്ത്രണം പോയത് എന്നാണ് ലോറി ഡ്രൈവറും ക്ലീനറും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇരുവരും പരിക്കേറ്റ് പാലക്കാട് മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. അവിടെ എത്തിയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവരെ കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. കാരണം കൂടുതൽ വിവരങ്ങളും അതേപോലെ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം ഉത്തരവിട്ടിട്ടുണ്ട്. കൃത്യമായി നടപടികൾ എടുക്കണമെന്ന ഉത്തരവാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ലോറി ഡ്രൈവറുടെയും ക്ലീനറുടെയും കൃത്യമായ മൊഴികൾ അടക്കം എടുത്ത് പരിശോധനകൾ നടത്തി. ഇന്നലെ വൈകിട്ട് തന്നെ വാഹനത്തിന്റെ പരിശോധനകൾ അടക്കം RTOയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിൽ വല്ല വാഹനങ്ങൾക്ക് വല്ല കാലപ്പഴക്കം ചെന്ന വാഹനമാണോ അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം കൃത്യമായ നടപടികൾ വാഹന ഉടമക്കെതിരെയും ഡ്രൈവർക്കെതിരെയും ഒക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അടക്കം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇടിച്ച വാഹനം മറ്റൊരു ലോറിയാണ് സിമന്റ് കയറ്റി വന്ന അപകടത്തിൽപ്പെട്ട ലോറിയെ തട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ആ വാഹന ഉടമക്കെതിരെയും ഡ്രൈവർക്കെതിരെയും നടപടി ഉണ്ടാകും. കൃത്യമായി റോഡിന്റെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം മുൻകാലങ്ങളിലും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 22ഓളം അപകടങ്ങളാണ് ഈ മേഖലയിൽ നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെ വലിയ രീതിയിൽ ഒരു ജനകീയ പ്രതിഷേധം അടക്കം ഈ അപകടം നടന്ന മേഖലയിൽ ഉണ്ടായിരുന്നു. ആദ്യം രക്ഷാപ്രവർത്തനമായിരുന്നു നാട്ടുകാർ നടത്തിയത്. അതിനുശേഷമാണ് പിന്നീട് പ്രതിഷേധവുമായി മൃതദേഹങ്ങളൊക്കെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമാണ് വലിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. റോഡ് 1.5 മണിക്കൂറോളം
പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ. അതിനുശേഷം ഈ ഉപരോധത്തിനിടെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും അതുപോലെ തന്നെ MLA-മാരടക്കം സ്ഥലത്തെത്തിക്കൊണ്ട് കൃത്യമായി നടപടി ഉണ്ടാകും, അപകടത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് ഇതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറേറ്റിൽ യോഗവും ചേരുന്നുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ അവലോകന യോഗം ചേർന്നുകൊണ്ട് നിലവിലെ ഈ അപകടം നടന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളുടെ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് നടപടികളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് അടക്കമുള്ള മന്ത്രിമാരും അതേപോലെ തന്നെ MLA-മാരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലാണ് യോഗം. അതിനുശേഷം കൃത്യമായ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം സംസ്കാരം ചടങ്ങുകളടക്കം 12 മണിയോടുകൂടെ ആരംഭിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികളുടെ വീട്ടിൽ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. ശരി, സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കല്ലടിക്കോട് കരിമ്പനയ്ക്കലെ അപകടത്തിൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കും. 8:30 വരെയാണ് വീട്ടിൽ പൊതുദർശനം. ശേഷം 8:30-ക്ക് ശേഷം 10:30-ക്ക് കരിമ്പനയ്ക്കൽ ഹാളിൽ പൊതുദർശനം നടക്കും. അവിടെ അവരെ ഒരു നോക്ക് കാണാനായി നാട്ടുകാരും ജനപ്രതിനിധികളും ഒപ്പം സുഹൃത്തുക്കളുമടക്കം നിരവധി പേർ അവിടേക്ക് എത്തും. 4 പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചത്. അതിദാരുണമായ സംഭവം, ഉള്ളുലയ്ക്കുന്ന സംഭവമാണ് ഇന്നലെ പാലക്കാട് ഉണ്ടായത്.